നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ആന്റോയിൻ ഗ്രീസ്മാൻ MLS ചേക്കേറുന്നു എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ കേട്ടതാണ്. അത് ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ, ഈ ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലൊക്കെ ക്ലോസ് ആയെങ്കിലും MLS ക്ലോസ് ആയിട്ടില്ല. മാർച്ച് 26 വരെ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പണാണ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അദ്ദേഹത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒർലാൻഡോ സിറ്റി ശ്രമിച്ചു കൊണ്ടിരുന്നത്. താരം ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ അങ്ങോട്ടേക്ക് ചേക്കേറിയേക്കുമെന്നുള്ളതാണ് ESPN FC അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ബാഴ്സലോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോപ്പ ഡെൽ റേയുടെ ഫൈനലിലേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് കടന്നതോടെ കാര്യങ്ങളിൽ മാറ്റം വരുന്നു. ബാഴ്സയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ് 4-3 വിജയം. ആദ്യ പാദം 4-0 ജയിച്ചു, രണ്ടാം പാദം 3-0 തോറ്റു. പക്ഷേ അത്ലറ്റിക്കോ 4-3 അഗ്രിഗേറ്റ് വിജയവുമായിട്ട് ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. ഫൈനൽ മത്സരത്തിൽ അവരുടെ എതിരാളികൾ റയൽ സോസിഡാഡാണ്. അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ സെമി ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ മുന്നോട്ടേക്ക് കയറുന്നത്. ഏപ്രിൽ 19 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റയൽ സോസിഡാഡ് ഫൈനൽ പോരാട്ടമുള്ളത്. അപ്പോൾ ഈ ഒരു മാറ്റം വന്നതോടുകൂടി, അതായത് ഫൈനലിലേക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് എത്തിയതോടുകൂടി അദ്ദേഹം ഫൈനൽ കൂടി കളിച്ച് കിരീടമൊക്കെ ചൂടിയിട്ട് അവിടെ നിന്ന് പോയാൽ മതി എന്ന തീരുമാനത്തിലേക്ക് മാറുന്നു എന്ന റിപ്പോർട്ടാണ് വരുന്നത്. പക്ഷേ അങ്ങനെ വന്നാൽ ഓർലാൻഡോ സിറ്റി ഓഫർ പിൻവലിക്കും. ഓർലാൻഡോ സിറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലേക്ക് മാത്രമാണ് ആന്റോയിൻ ഗ്രീസ്മാന് ഈ ഓപ്ഷൻ ഉള്ളത്. അതല്ല, അതിനുശേഷം സമ്മറിലാണ് ട്രാൻസ്ഫറിന് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടാകും. അതായത് ജൂലൈ 13 ഇനിയിപ്പം സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവിടെ ഓപ്പൺ ആവും. അപ്പോൾ ആ സമയത്ത് മറ്റ് ഓപ്ഷനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പിന്നെ ഗ്രീസ്മാൻ്റെ പിന്നാലെ പോവേണ്ട കാര്യം അവർക്കില്ല എന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്ക് തടയപ്പെടുന്ന അവസ്ഥയാണ്. ഏതായാലും ESPN FC കാര്യം വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഫോർവേഡ് ആന്റോയിൻ ഗ്രീസ്മാൻ ഹാസ് പുട്ട് എ പൊട്ടൻഷ്യൽ മൂവ് ടു MLS ക്ലബ് ഓർലാൻഡോ സിറ്റി ഓൺ ഹോൾഡ് ദിസ് സീസൺ നൗ ദാറ്റ് ദി സ്പാനിഷ് ക്ലബ് ഹാവ് അഡ്വാൻസ്ഡ് ടു ദി കോപ്പ ഡെൽ റേ ഫൈനൽ ഓൺ April 18. സോഴ്സസ് ടോൾഡ് ESPN എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ താരം ഫൈനൽ കൂടി കളിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡിയേഗോ സിമയോണിയും സംഘവും കൃത്യമായിട്ട് ആന്റോയിൻ ഗ്രീസ്മാനെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. ഈ സീസണ് കൂടി ഇവിടെ കളിക്കണം. 2027 വരെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അവിടെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സീസണ് കൂടി അത്ലറ്റിക്കോ മാഡ്രിഡ് കളിക്കണം. നല്ല രൂപത്തിൽ സീസണിനൊടുവിൽ അദ്ദേഹത്തിന് ഫെയർവെല്ല് കൊടുക്കാൻ അവർ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ കിരീടമൊക്കെ ചൂടി, കോപ്പ ഡെൽ റേയുടെ കിരീടമൊക്കെ ചൂടി ഒരു നല്ല ബെസ്റ്റ് പൊട്ടൻഷ്യൽ ഫെയർവെൽ പോസിബിൾ അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ട് യാത്രയാക്കാനാണ് ഏതായാലും അവരിപ്പോൾ തയ്യാറെടുക്കുന്നത്. ഗ്രീസിയും അതനുസരിച്ച് മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ചുരുക്കത്തിൽ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹവും MLS വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.